Good morning, friends and students. Today we are doing an important area from grammar, that is phrase and clause. PHRASE, phrase, and clause, CLAUSE, clause. What's a phrase? What's a clause? First of all, let us go straight to phrase. Let us see what phrase is. What's a phrase? A phrase is a group of words without the components subject and predicate. A phrase is a group of words without the subject predicate components. Phrase is a group of words without the components subject and predicate. സബ്ജക്റ്റും പ്രെഡിക്കറ്റും ഇല്ലാത്ത രണ്ട് ഭാഗങ്ങളില്ലാത്ത പ്രധാന ഭാഗങ്ങളില്ലാത്ത ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. നമ്മൾ ഈ സെൻറ്റൻസിൻ്റെ കാര്യം പറയുന്ന പോലെ ക്ലോസിൻ്റെ കാര്യം പറയുന്ന പോലെ ഫ്രേസ് ഈസ് ഓൾസോ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ബട്ട് ഇറ്റ് ഡസൻറ്റ് ഹാവ് ദി കമ്പോണൻറ്റ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കറ്റ്. നൈമിങ് പാർട്ടും ടെല്ലിംഗ് പാർട്ടും ഇതിലില്ല, ഫ്രേസിലില്ല. എ ഫ്രേസ് ക്യാൻ ബി എ നൗൺ, എ വെർബ്, or an adjective, or an adverb, or a prepositional phrase. Or a phrase can be divided into a noun phrase, a verb phrase, an adjective phrase, an adverb phrase, and finally a prepositional phrase. Let us see what are all these. What's a noun phrase? എന്താണ് നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ഗിവ് എ കംപ്ലീറ്റ് സെൻസ്. കംപ്ലീറ്റ് സെൻസ് നൽകുന്നില്ല. ഇറ്റ് ഓൺലി ഗിവ്സ് എ പാർഷ്യൽ സെൻസ്. ഇൻ ദി കോർണർ, ഒരു മൂലയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ദർ ഇസ് നോട്ട് എ കംപ്ലീറ്റ് സെൻസ്. ബിസൈഡ് ദി പോസ്റ്റ് ഓഫീസ് ഇറ്റ് ഡസൻറ്റ് ഹാവ് എ കംപ്ലീറ്റ് സെൻസ്. ഇൻ ദി ഈസ്റ്റ് ഡസ് നോട്ട് ഗിവ് എസ് എ കംപ്ലീറ്റ് സെൻസ്. ഒരു പൂർണ്ണമായ ആശയത്തെ നമുക്ക് തരുന്നില്ല, പൂർണ്ണമായ ഒരു സെൻസ് മീനിങ് നമുക്ക് കിട്ടുന്നില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഇൻ ദി ഈസ്റ്റ് ആയാലും ഹൗ ഐ ഡിഡ് ഇറ്റ്, ഇപ്പം ഇങ്ങനെ പറയുന്നത് ദേ ആർ ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സ്, ബട്ട് ദേ ഡു നോട്ട് ഗിവ് എസ് എ കംപ്ലീറ്റ് മീനിങ്. പൂർണ്ണമായ ഒരു ആശയ സംജാതമാക്കുന്നില്ല. സോ ഫ്രേസസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 5: നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ഫ്രേസ്, ആഡ്വർബ് ഫ്രേസ്, prepositional phrase. What is a noun phrase? Noun phrase means a group of words that function as a noun. ഒരു നൗണിനെ പോലെ ഫങ്ഷൻ ചെയ്യുന്ന, ഒരു നാമത്തെ പോലെ ഫങ്ഷൻ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. An ancient dilapidated house. An ancient dilapidated ജീർണിച്ച. An ancient dilapidated house. അത് ആ ഹൗസിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സിലുള്ളത്. അതൊരു നൗൺ ഫ്രേസ് ആണ്. നൗണിൻ്റെ ഫങ്ഷൻ നൽകുന്ന ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സ് നൗൺ ഫ്രേസ് ആണ്. ഹി ലിവ്ഡ് ഇൻ ആൻ ഏൻഷ്യൻ്റ് ഡിലാപ്പിഡേറ്റഡ് ഹൗസ്. അപ്പോൾ ഇൻ ആൻ ഏൻഷ്യൻ്റ് ഡിലാപ്പിഡേറ്റഡ് ഹൗസ് എന്ന് പറയുന്നത് നൗണിൻ്റെ ഫങ്ഷൻ നൽകുന്നു, അതുകൊണ്ട് അത് നൗൺ ഫ്രേസ് ആണ്. ദെൻ ദർ ഈസ് വെർബ് ഫ്രേസ്. What is verb phrase? We can easily understand what it is. Verb phrase means a group of words which function as a verb. ഒരു വെർബിൻ്റെ ധർമ്മം നിർവഹിക്കുന്ന, ഒരു ക്രിയയുടെ ധർമ്മം നിർവഹിക്കുന്ന ഒരു കൂട്ടം പദങ്ങൾ, പദസമൂഹമാണ് വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. വെയിറ്റിംഗ് ഫോർ ദി ബസ്, ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. വെയിറ്റിംഗ് ഫോർ ദി ബസ് കംപ്ലീറ്റ് സെൻസില്ല, പരിപൂർണമായ ആശയം അതിലില്ല. ബട്ട് ഇറ്റ് ഗിവ്സ് എ പാർഷ്യൽ സെൻസ്. ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്താണ്, ഏതാണ്, എന്ത് സംഭവിച്ചു എന്നൊന്നും പറയുന്നില്ല. ഇതൊരു വാക്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഷീ വാസ് വെയിറ്റിംഗ് ഫോർ ദി ബസ് വെൻ ദി ആക്സിഡൻറ്റ് ഹാപ്പൻഡ്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ അതിന് മീനിങ് ഉണ്ടാകുന്നു, അല്ലാതെ അതിനൊരു ഫുൾ സെൻസ് ഇല്ല, കംപ്ലീറ്റ് മീനിങ് ഇല്ല. അതൊരു വേർബിൻ്റെ ഫങ്ഷൻ നൽകുന്നതുകൊണ്ട് ഇറ്റ് ഈസ് നോൺ ആസ് എ വേർബ് ഫ്രേസ്. ദെൻ അഡ്ജക്റ്റീവ് ഫ്രേസ്. യു നോ അഡ്ജക്റ്റീവ്, ആൻ അഡ്ജക്റ്റീവ് ഇസ് എ വേർഡ് വിച്ച് ക്വാളിഫൈസ്. ഇൻ മോഡേൺ ഗ്രാമർ ഇറ്റ് ഈസ് കോൾഡ് മോഡിഫൈസ്. പണ്ട് ക്വാളിഫൈസ് എന്ന് പറയുന്നു, ഇന്ന് അതിനെ മോഡിഫൈസ് എന്ന് പറയുന്നു. ആൻ അഡ്ജക്റ്റീവ് ഇസ് എ വേർഡ് വിച്ച് മോഡിഫൈസ് എ നൗൺ ഓർ എ പ്രോനൗൺ. ഒരു നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ മോഡിഫൈ ചെയ്യുന്ന പദത്തെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ആൻ അഡ്ജക്റ്റീവ്. അപ്പോൾ വാട്ട് ഈസ് ആൻ അഡ്ജക്റ്റീവ് ഫ്രേസ്? ദി ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് which functions as an adjective is called adjective phrase.
അപ്പോൾ ഒരു അഡ്ജക്റ്റീവിൻ്റെ ഒരു നാമവിശേഷണത്തിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനാണ് നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. ഹോട്ട് സമ്മർ ഡേ, ഡേയുടെ വിശേഷണങ്ങളാണ് ഹോട്ടും സമ്മറും ഒക്കെ. അപ്പോൾ ഡേയെ മോഡിഫൈ ചെയ്യാണ് ഹോട്ടും സമ്മറും ഒക്കെ. ഇപ്പോൾ ഹോട്ട് സമ്മർ ഡേ എന്ന് പറയുമ്പോൾ അതിന് സ്വതന്ത്രമായ ഒരു മീനിങ് ഇല്ല. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ആൻ ഇൻഡിപെൻഡൻറ്റ് മീനിങ്. ഏതെങ്കിലും വാക്യത്തിൽ ചേർന്ന് വരുമ്പോഴേ അതിന് മീനിങ് ഉണ്ടാകുന്നുള്ളൂ, ഫുൾ സെൻസ് ഉണ്ടാകുന്നുള്ളൂ. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ ഡേ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് എ കംപ്ലീറ്റ് മീനിങ്. ഇറ്റ് ബിക്കംസ് എ സെൻറ്റൻസ് വിത്ത് ഫുൾ മീനിങ്. അപ്പോൾ ഹോട്ട് സമ്മർ ഡേ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. Then we have adverb phrase. What's an adverb phrase? Adverb phrase is a group of words which functions as an adverb. What is an adverb? Adverb is a word which modifies a verb or an adjective or another adverb. ഒരു വേർബിനെയോ അഡ്ജക്റ്റീവിനെയോ അല്ലെങ്കിൽ വേറൊരു ആഡ്വർബിനെ തന്നെയും മോഡിഫൈ ചെയ്യുന്ന പദത്തെയാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. അപ്പോൾ ആഡ്വർബിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന, അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്ന ഫ്രേസ് ആഡ്വർബ് ഫ്രേസ്. സാങ് ലൈക്ക് എ പ്രൊഫഷണൽ, നല്ലൊരു പ്രൊഫഷണലിനെ പോലെ പാടി. ലൈക്ക് എ പ്രൊഫഷണൽ, ലൈക്ക് എ പ്രൊഫഷണൽ, ഒരു പ്രൊഫഷണലിനെ പോലെ. ആഫ്റ്റർ ഫിനിഷിങ് ഈസ് വർക്ക്, ജോലി ചെയ്തതിന് ശേഷം. അണ്ടർ ദി ടേബിൾ, മേശയ്ക്ക് താഴെ. അപ്പോൾ ഇത് എല്ലാം എന്താണ്? വേർബിനെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ്, ആഡ്വർബ്സ് ആണ്. അപ്പോൾ ആഡ്വർബിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ദേ ആർ കോൾഡ് ആഡ്വർബ് ഫ്രേസസ്. അതുകൊണ്ടാണ് ആഡ്വർബ് ഫ്രേസസ് എന്ന് പറയുന്നത്. അപ്പം ലൈക്ക് എ പ്രൊഫഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ മീനിങ് ഇല്ല. അതേ സമയത്ത് സരിത സാങ് ലൈക്ക് എ പ്രൊഫഷണൽ, സരിത സാങ് ലൈക്ക് എ പ്രൊഫഷണൽ, ഒരു പ്രൊഫഷണലിനെ പോലെ സരിത പാടി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ആഡ്വർബിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നു. അതൊരു ആഡ്വർബ് ഫ്രേസ് ആണ്. It is exactly, to be exact, it is an adverb phrase of manner. Manner പോലെ എന്നുള്ളത് മാനറിനെ കാണിക്കുന്നത്. adverb phrase of manner ആണത്. അതേപോലെ സിറ്റ് ദി ബുക്ക് അണ്ടർ ദി ടേബിൾ. അണ്ടർ ദി ടേബിൾ എന്ന് പറയുമ്പം മേശയ്ക്ക് താഴേന്നേ ആകുന്നുള്ളൂ. അതൊരു പ്ലേസ് ആണ് അണ്ടർ ദി ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു കംപ്ലീറ്റ് സെൻസ് നൽകുന്നത്. പക്ഷേ സിറ്റ് ദി ബുക്ക് അണ്ടർ ദി ടേബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് എ മീനിങ് ഓഫ് ഇറ്റ്സ് ഓൺ. അതിൻ്റേതായ ഒരു മീനിങ് ആ സെൻറ്റൻസിനുണ്ട്. അപ്പോൾ അണ്ടർ ദി ടേബിൾ എന്ന് പറയുന്ന പ്ലേസ് ആയതുകൊണ്ട് അത് ആഡ്വർബ് ആണ്, ആഡ്വർബ് ഫ്രേസ് ആണ്. ടു ബി എക്സാക്റ്റ്, ടു ബി അക്യുറേറ്റ്, ഇറ്റ് ഈസ് ആൻ ആഡ്വർബ് ഫ്രേസ് ഓഫ് പ്ലേസ്. പ്ലേസിനെ കാണിക്കുന്ന ആഡ്വർബാണ്. ദെൻ ആഫ്റ്റർ ഫിനിഷിങ് ഈസ് വർക്ക്. ആഫ്റ്റർ നമുക്കറിയാം പ്രിപ്പൊസിഷനാണത്. പ്രിപ്പൊസിഷൻ ചേർന്ന് വരുന്ന, പ്രിപ്പൊസിഷൻ കലർന്ന് വരുന്ന ഫ്രേസിനെ നമ്മൾ പ്രിപ്പൊസിഷണൽ ഫ്രേസ് എന്നാണ് പറയുന്നത്. പ്രിപ്പൊസിഷണൽ ഫ്രേസ്, പ്രിപ്പൊസിഷണൽ ഫ്രേസ്, പ്രിപ്പൊസിഷൻ ചേർന്ന് വരുന്ന ഫ്രേസ്. ബിസൈഡ് ദി പോസ്റ്റ് ഓഫീസ്, ഞാൻ നേരത്തെ പറഞ്ഞു. ബിസൈഡ് ദി പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോഴത്തേക്ക് പോസ്റ്റ് ഓഫീസിന് സമീപം, ബിസൈഡും ബിസൈഡ്സും ഒക്കെ പ്രിപ്പൊസിഷനിലൂടെ നമ്മൾ പഠിച്ചതാണ്. ബിസൈഡ് ദി പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഓഫീസിന് സമീപം. സമീപം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഡസൻറ്റ് ഹാവ് എ കംപ്ലീറ്റ് സെൻസ്. അതേ സമയത്ത് ഹിസ് ഹൗസ് ഈസ് ലൊക്കേറ്റഡ് ബിസൈഡ് ദി പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് എ കംപ്ലീറ്റ് സെൻസ്, ഇറ്റ് ഹാസ് എ കംപ്ലീറ്റ് മീനിങ്. അത് ദറ്റ് ഈസ് വാട്ട് ഈസ് ബിസൈഡ് ദി പോസ്റ്റ് ഓഫീസ്. പ്രിപ്പോസിഷൻ ചേർന്ന് വരുന്നുണ്ട്, പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അതേപോലെ ഐ സാ ദി മാൻ ഇൻ ദി ബ്ലാക്ക് ഷർട്ട് എൻ്ററിങ് ദി ഓഫീസ്. ഇൻ ദി ബ്ലാക്ക് ഷർട്ട്. അപ്പോൾ ഇൻ ദി ബ്ലാക്ക് ഷർട്ട് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ഇൻ പ്രിപ്പോസിഷൻ ആണല്ലോ. പ്രിപ്പോസിഷൻ ചേർന്ന് വരുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതുകൊണ്ട് അതും ദാറ്റ് ഈസ് ഓൾസോ എ പ്രിപ്പോസിഷണൽ ഫ്രേസ്. പ്രിപ്പോസിഷണൽ ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് which has preposition with them, which has preposition with it. preposition ചേർന്ന് വരുന്ന ആ ഫ്രേസിനാണ് prepositional phrase എന്ന് പറയുന്നത്. So these are phrases. The sun rises in the east. നേരത്തെ ഞാൻ പറഞ്ഞാണ് in the east എന്ന് പറയുന്നത് ഒരു ഫ്രേസാണ്. Humpty Dumpty sat on a wall. On a wall എന്ന് പറയുന്നത് ഓൺ കലർന്ന് വരുന്ന on a wall prepositional phrase ആണ്. It was a sunset of great beauty. Of great beauty. വളരെ മനോഹാരിതയുള്ള ഒരു സൺസെറ്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ സൺസെറ്റ് ഓഫ് ഗ്രേറ്റ് ബ്യൂട്ടി. ഓഫ് ഗ്രേറ്റ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഫ്രേസ് ആണ്. ദി ടോപ്സ് ഓഫ് ദി മൗണ്ടൻസ് വെയർ കവേർഡ് വിത്ത് സ്നോ. ദി ടോപ്സ് ഓഫ് ദി മൗണ്ടൻസ്. ഓഫ് ദി മൗണ്ടൻസ് എന്ന് പറയുന്ന പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്.
ഷോ മീ ഹൗ ടു ഡു ഇറ്റ്. പ്രപ്പോസിഷൻ ഓഫ് മാനറാണ്. ഹൗ ടു ഡു ഇറ്റ്. ഹൗ ടു ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രേസാണ്. അത് പ്രപ്പോസിഷൻ ഫ്രേസ് ഓഫ് മാനർ. ഇറ്റ് ഈസ് പ്രപ്പോസിഷണൽ ഫ്രേസ് ഓഫ് മാനർ. These are phrases. Then clauses. So we have to make a detailed study of clauses because it is quite essential to study different kinds of clauses, types of clauses, and also in sentence transformation. A vivid knowledge of clauses is highly essential. So now let us turn our attention to clauses. Clause. What is a clause? Is there any connection between phrase and clause? Phrase and clause ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഒരു കാര്യത്തിലുള്ള കണക്ഷൻ. The only connection between them is both of them are groups of words. Both the phrase and the clause are groups of words. രണ്ടും ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സ് ആണെന്നൊരു ബന്ധം മാത്രമേ ഉള്ളൂ, അല്ലാതെ യാതൊരു ബന്ധവുമില്ല. ക്ലോസ് എന്ന് പറയുന്നത് വേറൊന്നാണ്. ഫ്രേസിനെ പോലെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇല്ലാത്തതല്ല, രണ്ടും ഉള്ളതാണ്. രണ്ടും ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സ് ആണെന്നൊരു ബന്ധം മാത്രമേ ഉള്ളൂ. What is a clause? Clause is a group of words which has a subject and a predicate of its own and forms part of a sentence. Clause is a group of words which has a subject, naming part, and a predicate, telling part with verb of its own and forms part of a sentence. സ്വന്തമായി സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉള്ളതും ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമായി വരുന്നതുമായ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. ക്ലോസ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് എ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ ആൻഡ് ഫോംസ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. എ സെൻറ്റൻസ് മേ ഹാവ് വൺ ക്ലോസ് ഓർ മോർ ദാൻ വൺ ക്ലോസസ്. ഒരു സെൻറ്റൻസിൽ ഒരു ക്ലോസെങ്കിലും വേണം, അല്ലെങ്കിൽ ഒന്നിലേറെ ക്ലോസുകൾ ഉണ്ടാകാം. ഒരു സെൻറ്റൻസിൽ ഒരു ക്ലോസോ ഒന്നിലേറെ ക്ലോസുകളോ വരാം. Now let us see an example. Parvati is a girl who is good at painting. Parvati is a girl who is good at painting. Another one, if it rains, the match will be cancelled. If it rains, the match will be. If it rains, the match will be cancelled. You know, each of these sentences has two parts. The first one, Parvati is a girl who is good at painting. Parvati is a girl ഒരു പാർട്ടാണ്. ഇറ്റ് ഈസ് ഫസ്റ്റ് പാർട്ട്, പാർട്ട് 1. Who is good at painting, second part. If it rains, the match will be cancelled. If it rains ഒരു പാർട്ടാണ്, the match will be cancelled. It is another part, വേറൊരു പാർട്ടാണ് അല്ലേ? യെസ്. Look at each of these parts. ഈ പാർട്സിൽ ഓരോന്നിനും ഒന്ന് നോക്കി. Each of these parts has a subject and a predicate of its own. ഇതിൽ ഓരോ പാർട്ടിനും പാർവതി ഈസ് എ ഗേൾ, അതിലൊരു സബ്ജക്റ്റ് ഉണ്ട്, പ്രെഡിക്കറ്റ് ഉണ്ട്. പാർവതി സബ്ജക്റ്റ് ആണ്, ഈസ് എ ഗേൾ ടെല്ലിംഗ് പാർട്ട്, ഈസ് എന്ന് പറയുന്ന വെർബ്, ഫൈനൈറ്റ് വെർബ് ഈസ്, അത് പ്രെഡിക്കറ്റാണ്. ഹൂ ഈസ് ഗുഡ് അറ്റ് പെയിൻറ്റിംഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ട്, ഹൂ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ഈസ് ഗുഡ് അറ്റ് പെയിൻറ്റിംഗ് ടെല്ലിംഗ് പാർട്ട് പ്രെഡിക്കറ്റാണ്. ഇഫ് ഇറ്റ് റെയിൻസ്, അതിൽ സബ്ജക്റ്റ് ഉണ്ട്, ഇറ്റ് സബ്ജക്റ്റ് ഉണ്ട്, റെയിൻസ് എന്ന് പറയുന്ന പ്രെഡിക്കറ്റ് ഉണ്ട്. ദി മാച്ച് വിൽ ബി ക്യാൻസൽഡ്, അവിടെയും സബ്ജക്റ്റും ഉണ്ട്, ദി മാച്ച് ഉണ്ട്, വിൽ ബി ക്യാൻസൽഡ്, ദി മാച്ച് വിൽ ബി ക്യാൻസൽഡ്, വിൽ ബി ക്യാൻസൽഡ് എന്ന് പറയുന്ന പ്രെഡിക്കറ്റും ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഈ വാക്യങ്ങളിൽ ഓരോന്നിലും രണ്ട് ഭാഗങ്ങളുണ്ട്. ഓരോ ഭാഗത്തിനും അതിൻ്റേതായ സബ്ജക്റ്റും പ്രെഡിക്കറ്റും ഉണ്ട്. ഹെൻസ് ഈച്ച് ഓഫ് ദീസ് പാർട്സ് ക്യാൻ ബി കോൾഡ് എ ക്ലോസ്. അപ്പോൾ അതുകൊണ്ട് ഇതിലെ ഓരോ ഭാഗവും, ഈ സെൻറ്റൻസിലെ ഓരോ ഭാഗത്തെയും നമുക്ക് ക്ലോസ് എന്ന് വിളിക്കാം. കാരണം അതിന് അതിൻ്റേതായ സബ്ജക്റ്റും പ്രെഡിക്കറ്റും ഉണ്ട്, ഒരാശയവും സമ്മാനിക്കുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്ലോസ്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് എ ക്ലോസ്? ഒരു ക്ലോസിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദി മെയിൻ ഓർ ചീഫ് ഫീച്ചേഴ്സ് ഓഫ് എ ക്ലോസ്? ഒരു ക്ലോസിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? നമ്പർ 1, എ ക്ലോസ് ആസ് എ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കറ്റ്. ഏറ്റവും ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ക്ലോസ് ഈസ് എവരി ക്ലോസ് ആസ് എ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കറ്റ്. ഏത് ക്ലോസിനായാലും ഒരു സബ്ജക്റ്റും പ്രെഡിക്കറ്റും ഉണ്ട്.
Parvati is a girl. Parvati subject is a girl predicate. Who is good at painting? Who subject is good at painting predicate. Then the second feature is subject may be explicit or implicit. Explicit means direct or very clear. Implicit means hidden or indirect. ആ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു പക്ഷേ എക്സ്പ്ലിസിറ്റ് ആയിരിക്കാം, വളരെ ക്ലിയർ ആയിരിക്കാം, വളരെ ഡയറക്റ്റ് ആയിരിക്കാം. ഓർ ഇംപ്ലിസിറ്റ്, ഹിഡൻ ഓർ ഇൻഡയറക്റ്റ്, അല്ലെങ്കിൽ വ്യക്തമാകാത്ത ഇൻഡയറക്റ്റ് ആയ രീതിയിലുള്ള സബ്ജക്റ്റ് ആയിരിക്കാം. പാർവതി ഈസ് എ ഗേളിലെ സബ്ജക്റ്റ് പാർവതി, ഇറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ്, അത് വളരെ ക്ലിയർ ആണ്, ഡയറക്റ്റ് ആണ്. അതേ സമയത്ത് രണ്ടാം പാർട്ടിലെ സബ്ജക്റ്റ് ഹൂ എന്ന് പറയുന്നത് പാർവതിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അത് ഇൻഡയറക്റ്റ് ആണ്, അതുകൊണ്ട് അത് ഇംപ്ലിസിറ്റ് ആണ്. ഇപ്പോൾ രണ്ടാമത്തെ സവിശേഷത ക്ലോസിൻ്റെ സബ്ജക്റ്റ് മേ ബി എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ്, രണ്ടാമത്തെ പ്രത്യേകത. ദെൻ ക്ലോസസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ഇൻഡിപെൻഡൻറ്റ് ഓർ പ്രിൻസിപ്പൽ ക്ലോസ്. നമ്പർ 1, ഇൻഡിപെൻഡൻറ്റ് ഓർ പ്രിൻസിപ്പൽ ക്ലോസ്. Clauses may be divided into independent or principal clauses and dependent or subordinate clause. Dependent or subordinate clause. Dependent clause അല്ലെങ്കിൽ subordinate clause. Dependent or subordinate clause. ക്ലോസിനെ രണ്ടായിട്ട് തരംതിരിക്കുക. ഇൻഡിപെൻഡൻ്റ് സ്വതന്ത്രമായ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ, അല്ലെങ്കിൽ മെയിൻ, അല്ലെങ്കിൽ സൂപ്പർഓർഡിനേറ്റ് എന്നും പറയാം. അങ്ങനെ ഒരു ക്ലോസ്. രണ്ടാമത്തത് ഡിപ്പെൻഡൻ്റ്, ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയാം. ഇങ്ങനെ രണ്ടായി തിരിക്കുക. വാട്ട് ഈസ് ആൻ ഇൻഡിപെൻഡൻ്റ് ഓർ പ്രിൻസിപ്പൽ ക്ലോസ്? ഇൻഡിപെൻഡൻ്റ് ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്ലോസ് വിച്ച് കണ്ടെയ്ൻസ് ദി മെയിൻ തോട്ട് ഓഫ് എ സെൻറ്റൻസ്. ദി ക്ലോസ് വിച്ച് കണ്ടെയ്ൻസ് ദി മെയിൻ തോട്ട്, ദ മെയിൻ ഐഡിയ ഓഫ് എ സെൻറ്റൻസ് ഈസ് കോൾഡ് ദി മെയിൻ ഓർ സൂപ്പർഓർഡിനേറ്റ് ഓർ ഇൻഡിപെൻഡൻ്റ് ഓർ പ്രിൻസിപ്പൽ. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാലും സൂപ്പർ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാലും ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാലും പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. പ്രിൻസിപ്പൽ ക്ലോസ് അതെല്ലാം ഒന്ന് തന്നെയാണ്. എ ക്ലോസ് വിച്ച് കണ്ടെയ്ൻസ് ദി മെയിൻ തോട്ട് ഓഫ് ദി സെൻറ്റൻസ്, മെയിൻ ഐഡിയ ഓഫ് ദി സെൻറ്റൻസ് ഈസ് കോൾഡ് ദി മെയിൻ ഓർ സൂപ്പർ ഓർഡിനേറ്റ് ഓർ പ്രിൻസിപ്പൽ ഓർ ഇൻഡിപെൻഡൻ്റ് ക്ലോസ്. ഇനി നമുക്ക് രണ്ട് ഇൻഡിപെൻഡൻ്റ് ക്ലോസസുകളെ കമ്പൈൻ ചെയ്യാനായിട്ട് ചില കണക്റ്റീവ്സ് ഉണ്ട്, ചില കൺജങ്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഇൻഡിപെൻഡൻ്റ് ക്ലോസുകളെ കമ്പൈൻ ചെയ്യുന്ന, ലിങ്ക് ചെയ്യുന്ന കൺജങ്ഷൻസിനെ നമ്മൾ കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 3 കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആൻഡും ബട്ടും ഓറുമാണ്. ദി ഇൻഡിപെൻഡൻ്റ് ക്ലോസസ് ആർ കമ്പൈൻഡ് ബൈ യൂസിങ് കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, അല്ലെങ്കിൽ കോഓർഡിനേറ്റേഴ്സ് എന്ന് വിളിക്കുക. കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓർ കോഓർഡിനേറ്റേഴ്സ്. ദ ചീഫ് കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആർ ആൻഡ്, ബട്ട്, ഓർ. ആൻഡ്, ബട്ട്, ഓർ, ദീസ് ആർ ദി ചീഫ് കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. അതുകൊണ്ട് തന്നെ ഈ കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പൽ ക്ലാസ്സിനെ, മെയിൻ ക്ലോസിനെ, ഇൻഡിപെൻഡൻ്റ് ക്ലോസിനെ അല്ലെങ്കിൽ സൂപ്പർ ഓർഡിനേറ്റ് ക്ലോസിനെ കോഓർഡിനേറ്റിംഗ് ക്ലോസ് എന്ന് വിളിക്കുക. ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് കോഓർഡിനേറ്റിംഗ് ക്ലോസ്. കോഓർഡിനേറ്റിംഗ് ക്ലോസ് എന്നും വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ്. ദെൻ what is a subordinate or dependent clause? A clause which depends on another. A clause which depends on another for its meaning is called subordinate or a dependent clause. A clause which depends on another clause for its meaning is called subordinate or dependent clause. Dependent clauses can be divided into. ഇനി നമുക്ക് ഈ സബോർഡിനേറ്റ് ക്ലോസസിനെ, മറ്റൊരു ക്ലോസിനെ ആശ്രയിക്കാതെ പൂർണ്ണമായ ആശയം കിട്ടാത്ത ഈ സബോർഡിനേറ്റ് ക്ലോസസിനെ, അല്ലെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻ്റ് ക്ലോസസിനെ നമുക്ക് ഇനിയും 3-4 തരംതിരിക്കാം. നൗൺ ക്ലോസ് ഓർ നോമിനൽ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വർബ് ക്ലോസ്, കണ്ടീഷണൽ ക്ലോസ്, സംതിങ് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കണ്ടീഷണൽ ക്ലോസും അതിൽ വരുന്നതാണ്. അത് സബോർഡിനേറ്റ് ക്ലോസസ് ആണ്. സോ സബോർഡിനേറ്റ് ക്ലോസസ് ഓർ ഡിപ്പെൻഡൻ്റ് ക്ലോസസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു noun clause or nominal clause, adjective clause,
adverb clause, and finally conditional clauses. Conditional clauses. Dependent clauses or subordinating clauses often begin with the subordinating conjunctions. Subordinating conjunctions like since, if, because, even, though, after, before, while, whenever, etc. And the list goes on. അങ്ങനെ കുറേയേറെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം I have just mentioned. The subordinating clauses begin with or are introduced with the subordinating conjunctions like since, if, because, even, though, after, before, while, whenever, etc. Okay, now let us see some clauses. Please see for yourselves whether you are able to identify the principal and subordinating clause in the following sentences. I shall help you. Number 1, they sat under a tree after they had walked a long distance. ഈ സെൻറ്റൻസിലെ ഒരു പ്രിൻസിപ്പൽ തോട്ട്, മെയിൻ തോട്ട് സമ്മാനിക്കുന്ന ക്ലോസ് ഏതാണ്? ദേ സാറ്റ് അണ്ടർ എ ട്രീ, അവരൊരു മരത്തിനടിയിൽ ഇരുന്നു. ഫുള്ളാണല്ലോ, പെർഫെക്റ്റ് മീനിങ് തരുന്നുണ്ടല്ലോ. ആഫ്റ്റർ ദേ ഹാഡ് വാക്ക്ഡ് എ ലോങ് ഡിസ്റ്റൻസ്, ദീർഘദൂരം നടന്നതിന് ശേഷം എന്ന് പറയുമ്പം അതൊരു കംപ്ലീറ്റ് സെൻസ് നൽകുന്നില്ല. അപ്പോൾ ഒരു കംപ്ലീറ്റ് തോട്ട് നൽകുന്ന, ഒരു ഫുൾ തോട്ട് നൽകുന്ന ക്ലോസ് ആണേത്? ഇൻഡിപെൻഡൻറ്റ്, പ്രിൻസിപ്പൽ, സൂപ്പർഓർഡിനേറ്റ് ഓർ മെയിൻ ക്ലോസ്. അപ്പോൾ ഇതിലെ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയുന്നത് ദേ സാറ്റ് അണ്ടർ എ ട്രീ അല്ലേ. ആഫ്റ്റർ ദേ ഹാഡ് വാക്ക്ഡ് എ ലോങ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് സബോർഡിനേറ്റ് ക്ലോസ്. അത് സബോർഡിനേറ്റ്, ഫുൾ സെൻസ് വരുന്നില്ല, ആ ഫുൾ മീനിങ് അതിൽ കിട്ടുന്നില്ല. ഐ ഡു നോട്ട് എഗ്രി ടു വാട്ട് യു സെറ്റ്. ഐ ഡു നോട്ട് എഗ്രി ടു വാട്ട് യു സെറ്റ്. ഐ ഡു നോട്ട് എഗ്രി ടു വാട്ട് യു സെറ്റ്, ഞാൻ യോജിക്കുന്നില്ല. ഐ ഡു നോട്ട് എഗ്രി ടു വാട്ട് യു സെറ്റ്, നീ പറഞ്ഞതിനോട്. അപ്പം അതിലെ പ്രിൻസിപ്പൽ ക്ലാസ് ഐ ഡു നോട്ട് എഗ്രി അല്ലേ. ടു വാട്ട് യു സെഡ് എന്ന് പറയുന്നത് അതൊരു ഫുൾ സെൻസ് നൽകുന്നില്ല. ഇറ്റ് ഈസ് വാട്ട് ഈസ് സബോർഡിനേറ്റ് ക്ലോസ്. സുമി വാണ്ടഡ് ടു ഗിവ് മി എ ഗിഫ്റ്റ് ബിഫോർ ഐ ലെഫ്റ്റ് ഫോർ ലണ്ടൻ. സുമി വാണ്ടഡ് ടു ഗിവ് മി എ ഗിഫ്റ്റ് ബിഫോർ ഐ ലെഫ്റ്റ് ഫോർ ലണ്ടൻ. ബിഫോറിലൊക്കെ ആരംഭിക്കുന്ന ക്ലോസ് ഏതാണെന്ന് നമുക്കറിയാം, സബോർഡിനേറ്റ് ക്ലോസാണ്. അത് തന്നെ അറിയാം. അല്ലാതെ തന്നെ മെയിൻ തോട്ട് ഏതിലാണെന്ന് നോക്കി കഴിഞ്ഞാൽ സുമി വാണ്ടഡ് ടു ഗിവ് മി എ ഗിഫ്റ്റ്, സുമി എനിക്കൊരു ഗിഫ്റ്റ് നൽകാൻ ആഗ്രഹിച്ചു, അതല്ലേ. അപ്പോൾ അത് പ്രിൻസിപ്പൽ ക്ലാസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ സൂപ്പർ ഓർഡിനേറ്റ് ക്ലോസ്, അതും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അപ്പോൾ ഡിപെൻഡൻറ്റ് ക്ലാസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്? ബിഫോർ ഐ ലെഫ്റ്റ് ഫോർ ലണ്ടൻ. ദി ഓൾഡ് മാൻ വാസ് ജനറസ് in helping people who were victims of the flood. The old man was generous in helping people who were victims of the flood. ഇതിൽ മെയിൻ തോട്ട് നൽകുന്ന ഏതാണ്? ദി ഓൾഡ് മാൻ വാസ് ജനറസ് ഇൻ ഹെൽപ്പിംഗ് പീപ്പിൾ. ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ ഉദാര മനസ്കതയുള്ള ആളായിരുന്നു ആ വൃദ്ധൻ. ഹു വെയർ വിക്ടിംസ് ഓഫ് ഫ്ലഡ്, ഫ്ലഡിന് വിക്ടിംസ് ആയ ആളുകൾക്ക് അതൊരു കംപ്ലീറ്റ് സെൻസ് നൽകുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു സെൻറ്റൻസിലെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ദി ഓൾഡ് മാൻ വാസ് ജനറസ് ഇൻ ഹെൽപ്പിംഗ് പീപ്പിൾ ഹു വെയർ വിക്ടിംസ് ഓഫ് ദി ഫ്ലഡ്, ദാറ്റ് ഈസ് സബോർഡിനേറ്റ് ക്ലാസ് or dependent clause. Okay, this may do for the time being. In the next class we can meet with the types of clauses, types of subordinate clauses. ഈ സബോർഡിനേറ്റ് ക്ലോസസ് തന്നെ പല വിധമുണ്ട്, അത് പഠിക്കണം. അത് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ് പഠിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ബൈ.